പുറപ്പാട് അധ്യായം 6. യഹോവ മോശെയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. ദൈവം പിന്നെയും മോശെയോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രയീമ്യർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞെരുക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്നും ഉദ്ധരിച്ചു അവരുടെ അടിമയിൽ നിന്നും നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ അറിയും. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവ ആകുന്നു. മോശെ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ചെന്ന് മിസ്രയീം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്തു നിന്നും വിട്ടയപ്പാൻ പറക എന്ന് കൽപ്പിച്ചു. അതിന് മോശെ, ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല, പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും? ഞാൻ വാഗ്വൈഭവമുള്ളവനല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. അനന്തരം യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്നും പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കും മിസ്രയീം രാജാവായ ഫറവോന്റെ അടുക്കലേക്കും നിയോഗിച്ചയച്ചു. അവരുടെ കുടുംബത്തലവന്മാർ ആരെന്നാൽ, ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി ഇവ രൂബേന്റെ കുലങ്ങൾ. ഷിമിയോന്റെ പുത്രന്മാർ യമൂവേൽ, യാമീൻ, ഓഹദ്, യാഖീൻ, സോഹർ, കനാന്യ സ്ത്രീയുടെ മകനായ ശൗൽ ഇവ ഷിമിയോന്റെ കുലങ്ങൾ. വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ഗർഷോൻ, കഹാത്ത്, മെരാരി. ലേവിയുടെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. ഗർഷോന്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ഷിമെയിയും ആയിരുന്നു. കഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കഹാത്തിന്റെ ആയുഷ്കാലം 133 സംവത്സരം. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവർ വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ കുലങ്ങൾ ആകുന്നു. അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യോഖബദിനെ വിവാഹം കഴിച്ചു. അവൾ അവന് അഹ്റോനെയും മോശയെയും പ്രസവിച്ചു. അമ്രാമിൻ്റെ ആയുഷ്കാലം 137 സംവത്സരം ആയിരുന്നു. ഇസ്ഹാറിൻ്റെ പുത്രന്മാർ കോരഹ്, നേഫെഗ്, സിക്രി. ഉസിയേലിൻ്റെ പുത്രന്മാർ മീശായേൽ, എൽസാഫാൻ, സിത്രി. അഹരോൻ അമീനാദാബിൻ്റെ മകളും നഹശോന്റെ സഹോദരിയുമായ എലീഷേബയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവൾ അവന് നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ എന്നിവരെ പ്രസവിച്ചു. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാഫ്. ഇവ കോരഹ്യ കുലങ്ങൾ. അഹരോന്റെ മകനായ എലയാസർ പൂത്തിയേലിന്റെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ചു. അവൾ അവന് ഫീനെഹാസിനെ പ്രസവിച്ചു. ഇവർ കുലം കുലമായി ലേവ്യ കുടുംബത്തലവന്മാർ ആകുന്നു. നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിസ്രയീം ദേശത്തു നിന്നും പുറപ്പെടുവിപ്പീൻ എന്ന് യഹോവ കൽപ്പിച്ച അഹരോനും മോശയും ഇവർ തന്നെ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിപ്പാൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹരോനും തന്നെ. യഹോവ മിസ്രയീം ദേശത്തു വെച്ച് മോശയോട് അരുളി ചെയ്ത നാളിൽ, ഞാൻ യഹോവ ആകുന്നു.
ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിസ്രയീം രാജാവായ ഫറവോനോട് പറയണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. അതിനു മോശെ, ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ, ഫറവോൻ എൻ്റെ വാക്ക് എങ്ങനെ കേൾക്കും എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു.